പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലും അടങ്ങുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവരും ആത്മാവിനാൽ നിറയട്ടെ, കൃപയാൽ ജ്വലിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികൾ മുട്ടുകൾ മടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലോകം മുഴുവൻ സമാധാനം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തകളും സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാനവരാശി മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകമായിട്ട് നമ്മളിന്ന് യുവതലമുറയെക്കുറിച്ച്, യുവതീവാക്കന്മാരുടെ ജീവിതത്തിൻ്റെ മേഖലയെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കുകയാണ്. അനേകം യുവാക്കന്മാർ വിശ്വാസ ജീവിതം ഉപേക്ഷിച്ച്, കൂദാശ ജീവിതം ഉപേക്ഷിച്ച് ജീവിക്കുന്നവരുണ്ട്. വർഷങ്ങളായിട്ട് കുമ്പസാരമെന്ന കൂദാശയിലേക്ക് കടന്നു പോകാത്ത കുട്ടികളുണ്ട്. ഈ അടുത്ത നാളിൽ നമ്മുടെ താമസയുടെ ധ്യാനത്തിൽ ധാരാളം യുവാക്കന്മാരും യുവതികൾക്ക് ധ്യാനിക്കാനുണ്ടായിരുന്നു. അതിൽ പല കുട്ടികളും കുമ്പസാരിച്ചിട്ട് 2-3 വർഷം, 8-10 വർഷമായവരൊക്കെ ഉണ്ട്. ബാംഗ്ലൂരൊക്കെ ജോലിക്ക് പോകുന്ന പല കുട്ടികളും കുമ്പസാരിക്കാറില്ല. ഞായറാഴ്ചകളിൽ സാധിച്ച കുർബാനയ്ക്ക് പോവും. അതൊന്നും അവർക്ക് നിർബന്ധമല്ല. വിശ്വാസ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയില്ലാത്ത അനേകം യുവതീവാക്കന്മാരെ ഇന്ന് കാണുന്നുണ്ട്. നമ്മുടെ യുവതീവാക്കന്മാരെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കണമെങ്കിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ കൊടുക്കണം. അവർക്ക് ദൈവാനുഭവം ഉണ്ടാവണം. അപ്പോൾ യുവതീവാക്കന്മാർ ലോകത്തിൻ്റെ മുഖങ്ങളിലേക്ക്, തിന്മയിലേക്കൊക്കെ പോകുന്നുവെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഒരു ദൈവാനുഭവമില്ല. യേശുവിൽ ഒരു അനുഭവം അവർക്കില്ല. അതുകൊണ്ടാണ് അവർ തിന്മയുടെ വഴികളിൽ, ലോകത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം പറയുന്നു, അതിനാൽ അവരുടെ യുവതീവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടുത്തേക്ക് കാരുണ്യമില്ല. എല്ലാവരും ദൈവ ഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു. ഓരോ വായും വ്യാജം സംസാരിക്കുന്നു. അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ആ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ഒഴുകണം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വർഷിക്കപ്പെടണം. അകൃത്യങ്ങളും പാപങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. യുവാക്കന്മാർ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ഇന്ന് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോയി പ്രവർത്തിക്കുന്ന യുവതീവാക്കന്മാരുണ്ട്. ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട്, ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്നും നേടാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടൊക്കെ തോന്നാം. അവസാനം അത് നിത്യനാശത്തിൻ്റെ കാരണമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് യുവതീവാക്കന്മാർ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കും പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലേക്കും വരണം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ആ വിശ്വാസം നഷ്ടപ്പെട്ട് യുവതലമുറ ജീവിക്കുന്നതിന് പിന്നിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റമുണ്ട്. സിനിമ, ടെലിവിഷൻ മാധ്യമങ്ങൾ യുവതീവാക്കന്മാരെ കണ്ടമാനം കീഴ്പ്പെടുത്തുന്നു. അശ്ലീല വെബ്സൈറ്റുകൾ യുവതീവാക്കന്മാരെ കണ്ടമാനം തകർത്ത് കളയുന്നു. ഇത് കൂടാതെ മദ്യവും മയക്കുമരുന്നും യുവതലമുറയുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഈ അടുത്ത നാളിൽ ഒരു അമ്മ പറഞ്ഞ അനുഭവമാണ്. അവർക്കുള്ള ഒരേ ഒരു മകൻ +2 ഒക്കെ ആയിട്ടേ ഉള്ളൂ.
പക്ഷേ മയക്കുമരുന്നിൻ്റെ അടിമയാണ്. MDMA എന്ന് പറയുന്ന മയക്കുമരുന്നിൻ്റെ അടിമയാണ്. ചികിത്സയൊക്കെ ചെയ്തു, എന്നിട്ടും വ്യത്യാസമൊന്നുമില്ല. അക്രമ സ്വഭാവമുണ്ട്. വീട്ടിലെ വസ്തുക്കളൊക്കെ അടിച്ചു പൊട്ടിക്കും, തകർക്കും. അനേകം യുവതീയുവാക്കന്മാർ വഴിതെറ്റി ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ശരിക്കും സാത്താൻ്റെ പ്രവർത്തനമാണ്. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. ആ പിശാച് യുവതലമുറയെ നശിപ്പിക്കാനുള്ള എല്ലാ കെണികളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. 1 പത്രോസ് 5:5 പറയുന്നുണ്ട്, ഇപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. നേതൃത്വത്തെ, ശ്രേഷ്ഠന്മാർ സഭയുടെ നേതൃത്വത്തെ അംഗീകരിക്കണം. അവർക്ക് നമ്മൾ വിധേയപ്പെടണം. പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയണം. പരസ്പരം ബഹുമാനിക്കുവാനും വിനയമുള്ളവരായിരിക്കാനും നമുക്ക് സാധിക്കണം. യുവതീയുവാക്കന്മാർക്ക് ഇന്ന് പല യുവാക്കന്മാരുടെയും ഹൃദയത്തിൽ അഹങ്കാരമാണ്. എന്തൊക്കെയോ ആണെന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്നവർ എത്രയോ പേരുണ്ട്. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. അപ്പോൾ യുവതീയുവാക്കന്മാർ എളിമയിലേക്ക് വരണം, വിനയത്തിലേക്ക് വരണം. നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരത്തിൻ്റെ ചിന്തകൾ, അഹങ്കാരത്തിൻ്റെ ഭാവങ്ങൾ നമ്മൾ മാറ്റിക്കളയണം. പാപത്തിൻ്റെ മോശമായ വഴികളിലൂടെയുള്ള യാത്രയും കൂട്ടുകെട്ടും നമ്മൾ ഉപേക്ഷിക്കണം. നമ്മളെ നിത്യനാശത്തിലേക്ക് നയിക്കാനായിട്ട് സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുകയാണ്. സാത്താൻ പണിയെടുക്കുന്നുണ്ട്. സാത്താൻ്റെ അടിമത്വത്തിൽ വീഴാതിരിക്കാനായിട്ട് യുവതീവാക്കന്മാർ ശ്രദ്ധിക്കണം. യുവതീവാക്കന്മാർ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമുണ്ട്. ജ്ഞാനം കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞേ പറ്റുള്ളൂ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ യുവാക്കന്മാർക്ക്, യുവതലമുറയ്ക്ക് വേണ്ടി ധാരാളം വചനമുണ്ട്. സഭാപ്രസംഗി 11:9, 10 വചനങ്ങൾ. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക, ക്രിസ്തുവിൽ സന്തോഷിക്കണം. യൗവനത്തിൻ്റെ നാളുകളിൽ നിൻ്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. നമ്മൾ സന്തോഷിക്കുന്നത് ക്രിസ്തുവിലായിരിക്കണം. ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായിട്ട് വിളിക്കും. നീ ചെയ്യുന്ന ഓരോ പാപപ്രവൃത്തികൾക്കും ന്യായവിധിക്കായിട്ട് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അത് വരും. മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക, ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കുക. യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും വിധിയാണ്. യുവത്വത്തിൻ്റെ നാളുകൾ കടന്നുപോകും. മധ്യപ്രായത്തിലേക്കും പിന്നെ സായാഹ്നത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ മനുഷ്യൻ കടന്നു പോവുകയാണ്. അപ്പോൾ യുവത്വത്തിൻ്റെ നാളുകളിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. യുവത്വത്തിൻ്റെ നാളുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കണം. പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച കാർലോ അക്വിറ്റിസ്, ഒരു ചെറുപ്പക്കാരൻ, 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സഭ ഇൻ്റർനെറ്റിൻ്റെ, സോഷ്യൽ മീഡിയയുടെയൊക്കെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചു. 1991 മെയ് 3 ജനിച്ച കാർലോ അക്വിറ്റിസ്. ജനനം UK-യിലായിരുന്നത്, മാതാപിതാക്കൾ എവിടെയായിരുന്നു. അതിനുശേഷം മാതാപിതാക്കൾ മകനോടൊപ്പം ഇറ്റലിയിൽ വന്നു. 7 വയസ്സുള്ളപ്പോൾ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞു. വളരെ ചെറുപ്രായം മുതൽ തന്നെ വലിയ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. അതുമാത്രമല്ല, പരിശുദ്ധ അമ്മയോടുള്ള വലിയ മാതൃഭക്തിയും കാർലോയിൽ നിറഞ്ഞു നിന്നിരുന്നു. സഭയെ ഒത്തിരി സ്നേഹിച്ചു. യുവാക്കന്മാർ സഭയെ സ്നേഹിക്കണം, സഭാ മേലധ്യക്ഷന്മാരെ ബഹുമാനിക്കണം,
വൈദികരെ ബഹുമാനിക്കണം, സന്യസ്തരെ ബഹുമാനിക്കണം. ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങണം. ലോകമെമ്പാടും മയക്കുമരുന്നിലും മദ്യത്തിലും ജഡിക പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ജനകോടികളെ രക്ഷിക്കാനായിട്ട് യുവാക്കന്മാരെ, യുവതികളെ നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഒരു ചെറുപ്പക്കാരൻ ദൈവത്തിന് വേണ്ടി ജീവിതത്തെ കൊടുക്കുകയാണ്. ഈശോയുടെ സ്നേഹം കൊണ്ട് ഹൃദയം ജ്വലിച്ചു. ദിവ്യകാരുണ്യത്തിലുള്ള ഭക്തി കൊണ്ട് ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു. ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെല്ലാം ശേഖരിച്ച് അനേക രാജ്യങ്ങളിൽ അദ്ദേഹം കാണിക്കുവാൻ ഉള്ള വഴികൾ തുറന്നു, വെബ്സൈറ്റുകൾ ക്രമീകരിച്ചു. അങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ ഒരു പ്രചാരകനായിട്ട് മാറുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഒക്കെ ഒത്തിരി സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ വിശുദ്ധനായിരുന്നു കാർലോ അക്വിറ്റീസ്. ഈ ചെറുപ്പക്കാരൻ്റെ ക്യാൻസർ ബാധിച്ചു. ക്യാൻസർ രോഗിയായി കഴിയുമ്പോൾ, അതിൻ്റെ കഠിനമായ വേദനയോടെ കടന്നു പോകുമ്പോൾ കാർലോ ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ അനുഭവിക്കുന്ന ഈ വേദനകളും സഹനങ്ങളും സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. 15 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അസാധാരണമായ ജ്ഞാനത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയുമായിരുന്നു. സങ്കീർത്തനം 119:9 യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ സ്വന്തമാക്കണം. യുവതലമുറ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കണം, പഠിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലാണ് എല്ലാ സത്യങ്ങളും അടങ്ങിയിരിക്കുന്നത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.